Friend of me, and these are all the John coronavirus array. I miss. Look at this, guys. Hi everyone, welcome back to Chais. Today is the first episode of in my journal series, and today I will be giving an introduction about how I started journaling, and I will be flipping through the pages of my very first journal that I started in 2020, and also you can see the pile of books in front of me, and these are all the journals or the journals that I currently use. So if you are new to this channel, my name is Chai and I create videos on mainly travels and a lot of things. I'm a jack of all trades, and do subscribe and let's go through a journey where you can experience a lot more of things through my eyes. എന്ന് പറയുമ്പോൾ it's like letting out your inside thoughts onto a book. Like digital journaling ഉണ്ട്, അല്ലാതെ റിട്ടേൺ journaling ഉണ്ട്, ആർട്സ് journaling ഉണ്ട്. വേരിയസ് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ജേർണൽ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് എ തെറാപ്റ്റിക് പ്രോസസ്സ്. എനിക്ക് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ ബെസ്റ്റ് ഒരു മെത്തേഡാണ്. ഇഫ് വി ക്യാൻ ദർ ഈസ് വൺ കോഡ് റൈറ്റ്, ഇഫ് വി ക്യാൻ റൈറ്റ് ഡൗൺ ദ തിങ്സ് ദാറ്റ് അഫക്റ്റിംഗ് യെസ്, ദെൻ ഹാഫ് ഓഫ് ദി പ്രോബ്ലം ഈസ് സോൾവ്. ഇഫ് യു ക്യാൻ എന്തുവാ ഒരു പ്രോസസ് ത്രൂ ആണ്, ഒരു പ്രോസസ്സ് പോലെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസൈഡുള്ള തോട്ട്സ് ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യാനും ലൈക്ക് ഇറ്റ് ഹെൽപ്സ് ഇൻ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് വേസ്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു തിങ്ങാണ് ജേർണലിംഗ്. യു ഹാവൻ ഡൺ ഇറ്റ് യെറ്റ്, ഇഫ് യു വോണ്ട് ടു ദെൻ യു ക്യാൻ. വാട്ട് എവർ സപ്ലൈസ് നിങ്ങൾക്കുള്ള ഒരു പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ ഒരു ബുക്കും പെന്നും മതി ജസ്റ്റ് സ്റ്റാർട്ട് ജേർണലിംഗ്. ഇറ്റ് വിൽ ലൈക്ക് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ പ്രോസസ്സിങ് യുവർ തോട്ട്സ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ്, റിയലി ഹെൽപ്പ്. ഡൈവ് ഇൻ ടു മൈ വെരി ഫസ്റ്റ് ജേർണൽ. യു ക്യാൻ സീ ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രോപ്പർ ജേർണൽ എന്ന് പറയുന്നത്. ഇത് 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നോട്ട് ഡ്യൂ ടു കൊറോണ, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ബിഫോർ കൊറോണ, യു ക്യാൻ സീ ദ ഡേറ്റ് ഹിയർ, January 1st, 2020. ഓക്കെ, എല്ലാ ന്യൂ ഇയർ നമ്മൾ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ ഞാൻ 2020 എടുത്തുള്ള റെസൊല്യൂഷനാണ്. Jan 1, 2020 ഈ ബുക്ക് ജേർണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ കോളേജ്, ഐ വാസ് ഇൻ തേർഡ് ഇയർ ഓഫ് കോളേജ്, ആൻഡ് ഫസ്റ്റ് 2 ഇയേഴ്സിലൊക്കെ ഞാൻ പണ്ട് കുറെ ക്രാഫ്റ്റ്സ് വീട്ടിലായിരുന്നപ്പോൾ ക്രാഫ്റ്റും അതും ഇതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ കോളേജിൽ വന്നപ്പോഴത്തേക്ക് മോസ്റ്റ്ലി അബൌട്ട് സ്റ്റഡീസ് ആൻഡ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയി. ഐ കുഡിൻ ഡു മച്ച് ഇൻ ദ ഫസ്റ്റ് 2 ഇയേഴ്സ് റിലേറ്റഡ് ടു ആർട്ട് റിലേറ്റഡ് ഒന്നും ചെയ്തില്ല. ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഇൻ ദ സെക്കൻഡ് ഇയർ. വി വെർ ഓൾ ഗോയിങ് ത്രൂ എ ലോട്ട്. So I decided that to process my emotions and all, I will start a journal in 2020, and I went to Premiere in Trivandrum Premiere. I think the first Premiere in, yeah, Premiere പോയി ഞാൻ എനിക്ക് ഒരു ബ്ലാങ്ക് ബുക്കാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പേപ്പർ യു ക്യാൻ സി. ഇത് ആക്ച്വലി ഒരു നമ്മുടെ പെയിന്റ് ചെയ്യുന്ന, ഡ്രോയിങ് ചെയ്യുന്ന ബുക്കാണ്. ഇത് നല്ല തിക്ക് പേപ്പറാണ്. ആൻഡ് ഇതൊരു ഈ ഷേപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ലൈക്ക് സ്ക്വയർ യു കൻ സി. അപ്പോൾ ഞാൻ ഇത് എം ടി ബുക്കാണ് വാങ്ങിച്ചത്, ആൻഡ് ഐ വോണ്ടഡ് ടു ഡു ഇറ്റ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. സോ ഐ ബോട്ട് ആൻ എം ടി ബുക്ക്. അലോങ് വിത്ത് ദാറ്റ് ഐ ഓൾസോ ബോട്ട് ഐ സ്റ്റിൽ ഹാവ് ദി sketch pens that I used in 2020. Wow, it's been 5 years, guys. 5 years. അപ്പോൾ ഇത് എം ടി ആണ് മിക്കതും, ബട്ട് സ്റ്റിൽ ഐ കാൺ ലെറ്റ് ഗോ ഓഫ് ദിസ് ബിക്കോസ് ദിസ് വാസ് മൈ വെരി ഫസ്റ്റ് ജേർണൽ സപ്ലൈ. വേറെയും വാഷി ടേപ്സും ഇതുമാണ് മെയിൻലി, ബാക്കിയെല്ലാം ത്രൂ പേപ്പർ ആൻഡ് പെയിന്റ് ആണ് ഞാൻ ചെയ്തത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു മൈ 2022 ജേർണൽ. ഇതെല്ലാം ഞാൻ പെയിന്റ് ചെയ്താ കേട്ടോ, ഇതെല്ലാം ഞാൻ വരച്ചതാ. ഐ ലവ് റൈറ്റിംഗ് മൈ നെയിം. ഓക്കെ, ഇതാണ് ഇൻഡെക്സ് പേജ്. ബാക്കി എഴുതിയിട്ടില്ല. യു കൻ സീ ദ ഇൻഡെക്സ് പേജസ്. ഇതാണ് ആ വാഷി ടേപ്പ് എന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ബാക്കിയെല്ലാം ഇത് സ്റ്റാമ്പാണ്. 31 വരെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഉണ്ട് പേജസ്, ബട്ട് ഐ കുഡിന്റ്. സോറി. ഹൗ യു ഡൂയിങ് ആസ് ജോയ് സെഡ്. കാരണം ഈ ജേർണൽ തുറക്കുമ്പോഴത്തേക്കും ഐ വിഷ്, ലൈക്ക് അറ്റ് ദാറ്റ് ടൈം ഐ വിഷ് സമ്മൺ ആസ്ക് മീ ദിസ്. സോ ഞാൻ തന്നെ എഴുതി വെച്ചു, ഐ നോട്ട്. അപ്പോൾ ഈ ജേർണൽ തുറക്കുമ്പോഴത്തേക്ക് ഐ വോണ്ടഡ് ടു ആസ്ക് മൈസെൽഫ് ഹൗ ഐ വാസ് ഡൂയിങ്. അതുകൊണ്ടാണ് ഇത് എഴുതിയത്. ഇതൊക്കെ ഇറങ്ങി വന്നു. യാ
ഇതെന്ന് പറയുന്നത് ഓൺ ദി ദിസ് വൺ എ ഇയർ ഇൻ കളർ 2020 എവറി ഡേ. ഇത് കണ്ടു, ഇതൊരു ഇത് ഈ ജാൻ ടു ഡിസംബർ, ഇതൊരു 1 month ആണ് ഈ കാണിക്കുന്നത്, 1 to 30. അതിൽ ഐ യൂസ് ടു കളർ വാട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഡേ. സി മോസ്റ്റ് യെല്ലോ കളറാണ് കൂടുതൽ, ആൻഡ് ദാറ്റ് വാസ് ബിക്കോസ് ഐ വാസ് ടയേർഡ്. ഐ തിങ്ക് എന്നാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് ഓർമ്മയില്ല. ഓക്കെ, ട്രാവലാണ്. വെരി ഫ്യൂ ട്രാവൽ ഐ ഡിഡ് ദാറ്റ് ഇയർ. ഓക്കെ, ഒബ്വിയസ്ലി എവരി വൺ റൈറ്റ്, കൊറോണ സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ ക്രൈഡേ ഉണ്ട്. സീ ദിസ് ബ്ലൂ ones are the ക്രൈഡേ, ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്. Jan 1 തന്നെ കരഞ്ഞോണ്ടായി ഇയർ സ്റ്റാർട്ട് ചെയ്ത്. ഐ ഡോണ്ട് നോ, ഐ വാസ് ഗോയിങ് ത്രൂ സംതിങ് ആൻഡ് ഐ നോ, ബട്ട് എവരി വൺ ഗോസ് ത്രൂ that phase, right? So Jan 1st and I cried, and that's how I started this year. And most of them ഈ purple ആണ് good days. That's it. Most of them good ആണ്, പിന്നെ tired. Okay, and this is yeah, I love myself of BTSന്റെ സോങ്ങിലെ ലിറിക്സ് ആണ്. At that time, now if you ask me, now I love myself the most. I love how I am. I love how I turned to be, and I love my mistakes, and I love everything about myself. But at that time, I didn't even consider myself. So ഞാൻ തന്നെ എഴുതി വെച്ചു. You have shown me I have reasons I should love myself. BTSന്റെ Love Myself എന്ന സോങ്ങിലെ ലിറിക്സ് my favorite. I should love myself. BTS helped me a lot. Most കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരുമായിരിക്കും, ബട്ട് ദേ ഹെൽപ്പ് മീ. അവൾ കുറേ ലിറിക്സ് ഒക്കെ ഇറ്റ് വാസ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ പോലെയായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് ഹൗ ടു ലവ് യുവർ സെൽഫ്, ഹൗ എവറി വേർഷൻ ഓഫ് യുവേഴ്സ് മാറ്റേഴ്സ്, അങ്ങനെയൊക്കെ. സോ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ഐ ലിസൺ ടു ദാറ്റ് ആൻഡ് ഇവൻച്വലി ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈസെൽഫ്. സോ അതാണിത്. നെക്സ്റ്റ് ബ്രൂണോ മാസിന്റെ ലിറിക്സ് ആണെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു എന്തുവാ, if you ever find yourself stuck in the middle of this, I wanted to be there for my friends and for whoever wanted to be there for the people that I loved. അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ കൗണ്ട് ഓൺ മീ ലിറിക്സ് ആയിരുന്നു മൈ ഫേവറേറ്റ് ആയിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ യൂസ് ടു സെൻഡ് ദിസ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. പിന്നെ ബർത്ത്ഡേസ്, Jan to February ബർത്ത്ഡേ, എൻ്റെ ഫേവറേറ്റ് പീപ്പിളിൻ്റെ ബർത്ത്ഡേസ് ആണിത്. ഇതിൽ ഇപ്പോൾ കുറേ പീപ്പിളിനോട്, ഇതിൽ കുറച്ച് പീപ്പിളിനോട് we don't even have contact. I hope all of them are doing well. But yeah, they are my favorite. But they are not in my life anymore. But still, I hope they are all fine and happy. Next, January. ഇതാണ് എല്ലാ മന്തിലും ഓരോ പേജ് കാണും. എല്ലാ മന്തിൻ്റെ എൻഡിലായിരിക്കും ഞാൻ എഴുതുന്നത്. എൻഡിലും സ്റ്റാർട്ടിലും ജാനുവരി, അങ്ങനെ എന്തുവാ നമ്മുടെ കലണ്ടർ, പിന്നെ ആ മന്തിലെ ഗോൾസ് എന്താണ്, മെയിൻ ഇവൻറ്റ്സ് എന്താണ്, പിന്നെന്താ അങ്ങനെയൊക്കെ. പിന്നെ ഓരോ കോഡ്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും. ഇതെന്താ എഴുതിയിരിക്കുന്നത്, ടുഡേ വാസ് ദി ഫസ്റ്റ് ഡേ വെയിറ്റ് നമ്മൾ കുറേ കാര്യങ്ങളല്ലേ നമ്മുടെ മെമ്മറിയിൽ പോലും ഇല്ലായിരിക്കും, ബട്ട് റീഡ് ചെയ്യുമ്പോഴായിരിക്കും ദിസ് ഹാപ്പൻ റൈറ്റ് എന്നൊക്കെ ഓർമ്മ വരുന്നത്. ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഫീലിംഗ് എവർ. നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്യാൻ എന്നുവെച്ചാൽ നമ്മൾ മറന്നു പോയെന്ന് പറയുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് കുറേ സാഡ് തിങ്സും ഉണ്ട്, അതും നമുക്ക് ഇപ്പം അത് അത്ര അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഐ ഫീൽ സോ ഹാപ്പി. It's okay to make mistakes, to have bad days, to be less than perfect, to do what's best for you, to be yourself. It's good, right? അങ്ങനെയൊക്കെ. ആൻഡ് ആസ് യു ക്യാൻ സീ, ഇതാണ് എൻ്റെ ബുക്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഷെൽഫ് പോലെ ഉണ്ടാക്കി. ആൻഡ് ഇത് കണ്ടോ, എന്ന് വെച്ചാൽ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ദ ബുക്സ് ദാറ്റ് ഐ വോണ്ട് ടു റീഡ്, ആൻഡ് ആഫ്റ്റർ റീഡിങ് ഐ വിൽ കളർ ദം. സോ ഫാർ ഇത് പെൻഡിങ് ആയിപ്പോയി. ഐ വിഷ് ഐ കുഡ്. കുറേ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഞാൻ വേറെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഐ ക്യാൻ ഫിൽ ഇറ്റ് ഔട്ട്. ഇതൊക്കെ ഞാൻ വായിച്ചതാ, ഇല്ല ഇത് വായിച്ചിട്ടില്ല. ഇതും വായിച്ചിട്ടില്ല. അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചിരുന്നു. സോ ഐ ക്യാൻ കളർ ദാറ്റ്. Okay, I will fill it, guys.
I will fill them. And ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചത് 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് സി ഇറ്റ്സ് ഓക്കെ. സംടൈംസ് യു കാൺ കംപ്ലീറ്റ് തിങ്സ് ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഡു ഇറ്റ് ലേറ്റർ. ഇറ്റ്സ് യുവർ ലൈഫ്, റൈറ്റ്? ഡോണ്ട് വറി ടു മച്ച്. യാ, ആൻഡ് ദിസ് ഈസ് ഇതെന്ന് പറയുന്നത് ഞാൻ കണ്ട ടി വി ഷോസാ. ലുക്ക് അറ്റ് ദം. കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ എഴുതാതായിട്ടോ. 45 എൻട്രീസ് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എസ് ക്യാൻ യു സീ? ഇത് സീസൺ 1, സീസൺ 2, സീസൺ അതാണ് സീസൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സി 45. ഫസ്റ്റ് ഏതാ? ഷെർലോക്ക്. ദിസ് വാസ് മൈ വെരി ഫസ്റ്റ് ടി വി സീരീസ്, ടി വി ഷോസ് ദാറ്റ് ഐ വാച്ച്ഡ്. ഷെർലോക്ക്, സ്ട്രേഞ്ചർ തിങ്സ്. 45. ആർക്കെങ്കിലും ഇതിന്റെ റെക്കമെൻഡേഷൻ ഇത് വേണമെങ്കിൽ ടെക്സ്റ്റ് മീ ഇൻ ഇൻസ്റ്റ. ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവീസ് ഐ വാച്ച്ഡ് ആണ്. ഇതെന്നത് പോപ്കോൺ. യു ക്യാൻ അതിൻ്റെ അകത്ത് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇതുണ്ട് ഈ ഇത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്ത മൂവീസ് ദാറ്റ് ഐ വാച്ച്ഡ്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. അന്നത്തെ my favorite color is red. Anyone know? Most of them think that my favorite color is yellow, but no, my favorite color is red. Aquarius ആണ്. See what a poor girl, she wrote ugly. Let me change that. At most you are beautiful. I am. Everyone is beautiful. No one is ever ugly. See, I hope. Poor girl, what was she going through? Not even. You are a good person, yeah. Not insecure anymore. Not anymore. Very secure and confident. Not selfish. You are not selfish. You are a very kind person. See? Oh, little girl. What was she going through? പിന്നെ INFP. എല്ലാവർക്കും MBT അറിയാവോ? But I don't think I am INFP anymore. I need to check it once again. Not INFP. കുറച്ച് നാൾ മുന്നേ ചെക്ക് ചെയ്തപ്പോൾ I was INFJ. Still, it keeps on changing how we evolve. So, see. Next, things that made me happy ആണ് traveling in a bus with music on, drawing pictures on landscape, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ സെൽഫ് കെയർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം വാഷി ടൈപ്സ് ആണ്. 5 മിനിറ്റ്സിൽ ബെറക്കിട്ട് എന്ത് ചെയ്യണം അങ്ങനത്തെ തിങ്സ്. ബട്ട് സെൽഫ് കെയറിന് വേണ്ടി ബട്ട് ഐ ഡോണ്ട് ഡു എനിത്തിങ്. ദിസ് ഈസ് മൈ ഹാബിറ്റ് ട്രാക്കർ ആയിരുന്നേ. ബട്ട് യു ക്യാൻ സീ മോസ്റ്റ് ഓഫ് ദം ആർ എക്സ്. യു ഹാവ് നോ ഐഡിയ ഹൗ ഇൻകൺസിസ്റ്റന്റ് I am. I can't do a thing for a long period. ചെയ്താൽ തന്നെ I will get bored. So most of them are ex. But waking up before 7 AM. It was 5 I think. ആദ്യം 5 ആയിരുന്നു. ബട്ട് ന്യൂസ് റീഡിങ് ഓർ വാച്ചിങ്, നോ ഡ്രോയിങ്. വെരി ഇൻകൺസിസ്റ്റന്റ് പേഴ്സൺ. പിന്നെ ഹലോ വേൾഡ്. അത് BTSന്റെ എന്തുവാ ജിമിനി പറയുന്നൊരു ജിമിനി എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവം. അതേതോ മൂവിയിലെ ഡയലോഗാണെന്ന് തോന്നുന്നു ഐ തിങ്ക്. ബട്ട് ഐ ഗോട്ട് ടു ഹെയർ ഫ്രം ഹിം. See, hello world, I want to ask you, is this the youth that you have to say so na നായിക്ക് മുറി ബുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു? I forgot. അന്ന് ഞാൻ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. See, he is asking that is this the youth that you told me? Yes, I know that we will win in the end, that we could have it all. So world, I love you. He is asking the world that ഇതാണോ നീ പറഞ്ഞ youth. I know that we will win someday. So I still love you. See, BTS. Oh, I miss them actually. കുറേ നാളായിട്ട് ഞാൻ പാട്ട് കേൾക്കുന്നില്ലായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഐ ഹേർഡ് ആൻഡ് ഇറ്റ് ഫെൽറ്റ് സോ നൈസ്. അങ്ങനെ ഐ മിസ് ദം. ദേ വിൽ കം ബാക്ക് സൂൺ. ഞാൻ പ്രിന്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചാണ്. ഇതെല്ലാം വാഷി ടൈപ്സ് ആണ് ഇതൊക്കെ. See, this is special. My birthday month ആയിരുന്നു. And
The trick is that as long as you know who you are and what makes you happy, it doesn't matter how others see you. ഇതൊക്കെ ഞാൻ ഹീൽ ചെയ്യാൻ തുടങ്ങിയ ടൈമിലുള്ള സംഭവങ്ങളൊക്കെ. See, see, I cut this down and നല്ല ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ കനകുന്നിലാണ് പോയി സെലിബ്രേറ്റ് ചെയ്തത്. യാ, ദിസ് ഇയർ വി ഡിസൈഡ്, നമ്മൾ 6 ഫ്രണ്ട്സ് ആണ് ഉള്ളത്. വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ സെലിബ്രേറ്റ് എവരി വൺസ് ബർത്ത്ഡേ ഇൻ ദ വേ ദേ ലൈക്ക്. പക്ഷെ ഹാഫ് ഫെബ്രുവരി എൻ്റെ ബർത്ത്ഡേ ലാസ്റ്റ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത്. അതിനുശേഷം കൊറോണ ആയിപ്പോയില്ലേ. സോ കനകുന്നാണോ, കനകുന്നല്ലേ, യാ, ടുക്ക് മീ ടു കനകുന്ന്. അവിടെ കേക്കൊക്കെ മുറിച്ചു, നല്ല രസമായിരുന്നു. ആ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഹോഗ്വേർട്സ് ലെറ്റർ. വാ, ദാറ്റ് വാസ് ദി ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ എവർ റിസീവ്ഡ്. ഹോഗ്വേർട്സ് ലെറ്റർ വീട്ടിലിരിപ്പാണ് കാണിച്ചത്. നെക്സ്റ്റ് പ്ലേസസ് ഐ വിസിറ്റഡ് ഇൻ കേരള. ഇവിടേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഹാവൻറ്റ് എക്സ്പ്ലോർഡ് ഇറ്റ് യെറ്റ്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കൊല്ലത്ത് ജഡായിപ്പൂർ റീസെന്റ് പോയി. ബാക്കി ഇത് പണ്ടത്തെ ആട്ടോ, ഇത് അപ്ഡേറ്റഡ് അല്ല. പ്ലേസസ് ഐ വിസിറ്റഡ് ഇൻ ഇന്ത്യ, ഇത് HPC. മോസ്റ്റ് ഓഫ് ദി സൗത്ത് ഐ ഹാവ് വിസിറ്റഡ് ആൻഡ് ഇൻ നോർത്ത് ഓൺലി HP. ഡൽഹി പോയി. ക്രൗൺസ് ഇല്ല എൻ്റെ വീട്. യാ, ഡൽഹി പോയി, അത് കളർ ചെയ്യണം. ബാക്കി ഐ നീഡ് ടു കവർ ഓൾ ദിസ്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് വേൾഡ് മാപ്പ് ചെയ്യണം. ഡേസി ഓൺലി ഇന്ത്യ. നേപ്പാളോ, അതിപ്പോഴത്തേതൊക്കെ. Someday I will visit all the countries. Next March, there's been nothing much month. Yeah, Corona started, guys. Coronavirus arose in China, became an outbreak in India from March 11, and the classes were stopped and we were sent back to home. The lockdown started from 25th. We still don't know how long this is going to continue. Our hostels were given an isolation ward. Radio results for SY came out and luckily I passed for all subjects. Okay. ഗോൾസ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ എന്നാൽ March 11 ഔട്ട് ബ്രേക്ക് ഇൻ March 11 ക്ലാസ്സസ് സ്റ്റോപ്പ് ചെയ്യാം. 25th ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത്. ഈ ജേണലുള്ളതുകൊണ്ട് ഡേറ്റ് ഓർത്ത് വെക്കാൻ പറ്റിയില്ല. March 25th ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് 2020. പിന്നെ ഇറ്റ്സ് ഫണ്ണി ഹൗ തിങ്സ് ചേഞ്ച് ഇൻ ദിസ്. ഇതെനിക്ക് ഏത് പാട്ടായിരുന്നു, മറ്റേ ആ പാട്ടല്ലേ, Funny how things never change in this old town, so far from the stars and when tell you everything. The world, this town, alle. The words I never go to say first time. And I remember start playing in the fire. Yeah, I wrote it. I like this song because this made me remember of someone. ഇനി ഇതുണ്ട ക്ലോവർ ലീവ്സ്, ലക്കി ഇതിന്റെ ലക്കാന്ന് തോന്നുന്നു. സോ ബക്കറ്റ് ലിസ്റ്റ് ബീച്ച് ബാത്തൊക്കെ ചെയ്തു. ഹെയർ കളർ ചെയ്തു ഗൈസ്, ഐ ഡിഡ് ഹെയർ കളർ. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു. ഹെയർ കളർ ചെയ്തു. See, this is the old sketch pen. I have new ones, but I am still using this. Turn and end a song. അത് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഓളായിട്ട് ഓക്കെ, കുറേയൊക്കെ ചെയ്തു. യാ, ഇതെന്ന് പറയുന്നത് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് എൻ്റെ ഇതായിട്ട്. ഐ വാണ്ടഡ് ടു ബി ടോണി സ്റ്റാർക്കിന് എന്തൊക്കെ എനിക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഒക്കെ അന്നത്തൊക്കെ ഉണ്ടായിരുന്നു. ഹെർമയോണി, ജിമിൻ, ജാസ്കിയർ. ഐ വിൽ റീഡ് ഇറ്റ്. ഇവിടെ ഓരോ ഇതാണ് MBTIs ആണ്. ഇതൊക്കെ ഞാൻ എഴുതിയതാ. And the 30-day challenge, it's still incomplete. Story writing, I wanted to write happy smile, അതൊന്നും ചെയ്യില്ല. ഡ്രോയിങ് മാത്രം ഫുൾ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പ്ലേ ലിസ്റ്റ്, ആ 30-day ചാലഞ്ചിന്റെ ഭാഗം. ഓക്കെ, സൊല്യൂഷൻസ്. നമ്മൾ ഓരോ സിറ്റുവേഷൻസ്, കോളേജ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട്, അപ്പോൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഓരോ തിങ് വന്നപ്പോൾ I started creating solutions for each type of the situation. So, poor child. See, no matter what happens, Chai must stay happy, okay? Chai must make you as your top priority, not anyone else, okay? പാവം കുട്ടി.
but she learned a lot. She came so far. Okay, next April എന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ള മോസ്റ്റ് ഓഫ് ദം നമ്മൾ വീട്ടിലല്ലായിരുന്നോ, ലോക്ക്ഡൗൺ. പിന്നെ ദിസ് ആർ ദി കെ ഡ്രാമാസ്. എനിവൺ വോണ്ട് ദിസ് ലിസ്റ്റ്? ഇത് 2017 തൊട്ടുള്ള ലിസ്റ്റ് ആട്ടോ. എനിവൺ വോണ്ട് ദിസ്? ദെൻ ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. സി, ഇത് തന്നെ 61 ഉണ്ട്. ഇതിന് ശേഷം ഐ ഡിഡ്ന്റ് ട്രാക്ക് മോസ്റ്റ് ഓഫ് ദം. സോ ഗസ് ഹൗ മച്ച് ഐ ഹാവ് സീൻ. വാ, ചുമ്മാ ഒക്കെ ചെയ്തതാ. ഇത് മെയ്, സ്റ്റിൽ ലോക്ക്ഡൗൺ. ഇത് ജൂൺ. യെസ്, ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് സോ പ്രിറ്റി, റൈറ്റ്? ഇല്ല, ഞാൻ വരച്ചതാ. സോ പ്രിറ്റി. പിന്നെ ലെറ്റേഴ്സ് ഇതിനകത്തൊന്നും ഇല്ല. ജസ്റ്റ് ലെറ്റർ എഴുതണമെന്ന് വെച്ച് എഴുതിയത്, ആവശ്യമൊന്നുമില്ല. ലെറ്റർ ബോക്സ്, ഫ്യൂച്ചർ ലെറ്റേഴ്സ്, ബട്ട് ഐ ഡിഡ്ന്റ് റൈറ്റ്. സി, ഇത് RM യൂണിസെഫിൽ പറഞ്ഞ എന്തുവാ സ്പീച്ചാണ്. സോ വെരി ഗുഡ്. Maybe I made a mistake yesterday, but yesterday's me is still me. I am who I am today with all my faults. Tomorrow I might be a tiny bit wiser, and that's me. 2. These faults and mistakes are what I am making up the brightest stars in the constellations of my life. I have come to love myself for who I was, who I am, and who I hope to become. See, ഭയങ്കര it says that it's okay to make mistakes and you should learn from that. And അങ്ങനെയൊക്കെ whatever you do, it's you, but don't hate yourself in any way. See, July, it's so pretty, yaar. And in the month of Corona, same life inside the house, nothing changed much. The month started with a social media detox, 2 days. Wow, great. Did a book illustration. Yeah, my friend wrote a story and I did the illustration in Canva at that time. I was using Canva since the beginning. Yeah, and the illustrations, I was in love with that tool, and still I use that for editing my videos. ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാമ്പ് അവഞ്ചേഴ്സിന്റെ. ഐ മിസ് ദം ടു. കുറെ നാളായി കണ്ടിട്ട്. It's cute. It's avocado themed. Whatever happens around you, don't take it personally. Nothing other people do is because of you. It is because of themselves. Yeah, right. Still matters. Yeah, look at this. How pretty is this? ഞാൻ വരച്ചതാ. I missed that. ഇതിന്റെ അകത്ത് മാജിക് ഷോപ്പിന്റെ ലിറിക്സ് ആണ്. ഇല്ല, I am in love with that song. So show me, I show you. So show me, I show you. Show me, I show you. Show you. September, nothing much. See, ഇത് ജിമിയുടെ സെറൻഡിപ്പിറ്റി. You are me, I am you. I love this song. അതിൻ്റെ ഒരു പിക്ചർ പേജാ. നെക്സ്റ്റ് came October. Don't feel guilty doing what is best for you. കുറെ ട്രാൻസ്ഫോർമേഷൻ. അതിനുശേഷം കെ ഡ്രാമാസിന്റെ ബാക്കി ലിസ്റ്റ് ഇതിപ്പം 80 വരെ എത്തി. I think I have crossed 150 or so after that. See, November, when you can't find the sunshine, be the sunshine. Yes, that's the spirit. Yeah, December എങ്ങനെയോ ഞാൻ തീർത്തതാ. See, so tired by happy 2021 by 2020. അത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ പ്രോപ്പർലി ഇങ്ങനെ ടൈം എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല ജേർണലിൽ. പിന്നെന്താ, പിന്നെ മോസ്റ്റ്ലി ഷെഡ്യൂൾസ് അങ്ങനത്തെയൊക്കെ. നത്തിങ് ടു സീ മച്ച്. അങ്ങനത്തെയൊക്കെ കുറച്ച് 2022 സ്റ്റാൻഡപ്പ് തിങ്സ്. സോ പിന്നെ അതൊക്കെ തന്നെ. നത്തിങ് മച്ച് യാർ. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് സോ ദാറ്റ് വാസ് മൈ 2020 ജേർണി. ഞാൻ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് ഓരോ പേജും ചെയ്തു. ഫ്ലിപ്പിംഗ് ത്രൂ ദിസ് പേജസ് ബ്രിങ്സ് ബാക്ക് മെമ്മറീസ്. അങ്ങനെയൊക്കെ. ഐ ഷുഡ് റീസ്റ്റാർട്ട് ദാറ്റ്. ഞാൻ പുതിയ കുറച്ച് ജേർണൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ. അതാണ് എൻ്റെ 2020 ജേർണൽ. സോ റെഡ് ഈസ് മൈ ഫേവറേറ്റ് കളർ. അതുകൊണ്ടാണ് റെഡ് ചൂസ് ചെയ്തത്. സോ സച്ച് എ നൈസ് ബുക്ക്. പിന്നെ ഉള്ളത് ബാക്കി ഈ ജേർണൽ ഇത് ജസ്റ്റ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഡെയിലി എഴുതുന്ന അങ്ങനത്തെയൊക്കെ. പിന്നെ I know most of them have seen this journal in all my travel.
ഇത് എൻ്റെ അകത്ത് ലൈക്ക് ഐ ബ്രിങ് ദിസ് ജേണൽ. എൻ്റെ ട്രാവൽ പോകുമ്പോഴത്തേക്കും ഞാൻ ജേണൽ കൊണ്ടുപോകും. എന്നിട്ട് ഇത് മെയിൻലി ബിക്കോസ് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള സംഭവം, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ. അതിനാണ് ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത, കൃപ ഗിഫ്റ്റ് ചെയ്തതാണ്. വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ബുക്സ്. ഭയങ്കര രസമല്ലേ ഈ ബുക്ക് കാണാൻ. ഇത് ഫില്ല് ചെയ്യണം. ഇത് ട്രാവൽ ഓൺ ട്രാവൽ ജേണൽ എന്ന് പറയാം. ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജേണൽസ് ആണ് ഇത്. പിന്നെ ഇത് റിട്ടേൺ ജേണലാണ്. അത് ഞാൻ ലെറ്റേഴ്സ് എഴുതും ട്രാവൽ പോകുമ്പോഴത്തേക്കും, അതിനുള്ള ജേണലാണ്. ഇതും എൻ്റെ ഫ്രണ്ട് ജിജോ ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്യുന്ന മോസ്റ്റ്ലി. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ശ്രീലക്ഷ്മി ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക്. പിന്നെ ഇതെന്റെ പഴയ ട്രാവൽ ജേണലാണ് ഗൈസ്, പണ്ടത്തെ. ഇതും കംപ്ലീറ്റ് അല്ല, ആൻഡ് ഇതൊക്കെ ഞാൻ ചെയ്തത് എന്താണ് എന്തോ. ട്രാവൽ ഈസ് മൈ തെറാപ്പീസ് ആൻഡ് ഐ ലവ് ബീങ് ദ പേഷ്യന്റ്. പണ്ട് CA ചെയ്തതിനു ശേഷം പത്തനംതിട്ട പോയത് കൃപയുടെയും ഗൗരിയുടെയും സായിയുടെ ഒക്കെ വീട്ടിൽ പോയതാ. അടവിയിലൊക്കെ പോയി. ഇത് കോഴിക്കോട് പോയത്. പിന്നെ ഇത് ഫോർട്ട് കൊച്ചി പോയത്. ദിലുവിന്റെയും ശില്പയുടെ ഒക്കെ കൂടെ പോയതാ. ഇത് മിനി ട്രാവൽ ജേണൽ എന്ന് പറയാം, എന്ന് വെച്ചാൽ ഷോർട്ട് ട്രിപ്സ് ഒക്കെ പോകുമ്പോൾ ഉള്ള ജേണൽ. പിന്നെ ഇതെന്റെ റഫ് ജേണലായിട്ട് വരാം. ഐ റൈറ്റ് ഡൗൺ തിങ്സ്. പ്രിറ്റി ജേണലല്ല, റൈറ്റ് ഡൗൺ മൈ തോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മൈ ഫസ്റ്റ് എവർ പ്രോപ്പർ ആയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ജേണലാണ്. ഓൾറെഡി നമ്മുടെ ഇത് കാണത്തില്ലേ, ഓൾറെഡി ഇങ്ങനെ ഉള്ള ജേണലാണ്. ബട്ട് ഐ റോട്ട് 1 month എന്തോ എഴുതി, ബട്ട് ഐ കുഡിന്റ് get through all the pages. It felt so boring. കാരണം റിപ്പിറ്റേഷനാ, സെയിം പേജസ് സെയിം മന്തിൽ. അപ്പോൾ ഞാൻ പേഴ്സണലൈസ്ഡ് ജേണൽ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം ഐ കുഡന്റ് ഡു. സോ നെക്സ്റ്റ് ഈസ് മൈ മാനിഫെസ്റ്റേഷൻ ജേണലാ. ഇത് പല കളേഴ്സിൽ വരും. ഇത് ഞാൻ ലെറ്റേഴ്സ് എഴുതുന്ന ജേണലാണ്, മാനിഫെസ്റ്റേഷൻ ലെറ്റേഴ്സ്. അതിനെപ്പറ്റി വേറൊരു സീരീസ് ചെയ്യാം. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റേഴ്സ്. എക്സാക്ട്ലി ഒന്നും നടക്കത്തില്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദം ഏകദേശം അതുപോലെയൊക്കെ നടക്കാറുണ്ട്. റൈറ്റ് ഫോർ യുവർ സെൽഫ്, ബിലീവ് ചെയ്യണം റൈറ്റ് ചെയ്യുന്നത്, ഒന്നല്ലേ നടക്കും. ആൻഡ് അതാണ് എൻ്റെ കറന്റ് ഉള്ള ജേണൽ. ബാക്കി പണ്ടത്തെ ഡയറീസ് ഒക്കെ വീട്ടിലുണ്ട്, പിന്നെ കാണിക്കാം. ഇതാണ് സോ കറന്റ് എൻ്റെ കയ്യിലുള്ള ജേണൽ ബുക്സ് ആണിത്. ആൻഡ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് ടു മൈ നെക്സ്റ്റ് next episode I will be bringing you to my biggest ever channel. I'm so excited for this. ഇത് ഈ ബുക്ക് കണ്ടപ്പം ട്രാവൽ, യജമാനി, I am mad lover of യജമാനി, and I fell in love with the book that Bunny had. ആ ഒരു ആൽബം ഇല്ലേ, അത് കണ്ടപ്പോൾ തൊട്ട് I wanted to അതുപോലൊരു ജേണൽ ഉണ്ടാക്കണമെന്ന്. സോ ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ ഈ വർഷമാണ് ഞാൻ ട്രാവൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് ഈ ബിഗ് ആസ് ജേണൽ. സോ ഐ വിൽ ബി ഫില്ലിംഗ് ദിസ് വിത്ത് മൈ ട്രാവൽ മെമ്മറീസ്. സോ ബിഗ് ഗൈസ്. സോ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഐ വിൽ ബി സ്റ്റാർട്ടിങ് മൈ ദിസ് വെരി ബിഗ് ജേണൽ. ഇത് മെയിൻലി ഇത് ട്രാവൽ ജേണലാണ്. സോ എൻ്റെ ഫസ്റ്റ് മേജർ ട്രിപ്സ് ഒക്കെ ഇതിൻ്റെ അകത്തായിരിക്കും ഫിൽ ഔട്ട് ചെയ്യുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഐ വിൽ ബി filling up this channel. So I hope everyone loved this episode, and if anyone is interested in starting a journal or want to know more about it, just comment. If you want to see some sort of pages or like books related to this journaling, I can show you in this series of in my journal. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു ജേണൽ സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് വിത്ത് എ ബുക്ക് ആൻഡ് പെൻ. സോ ഇറ്റ്സ് എ വെരി തെറാപ്റ്റിക് പ്രോസസ്, ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡു try it out. It's a very good method to process all your thoughts and emotions. I hope you loved this episode, and I will be bringing more to this series in my journal. Till then, bye. Let's see you in next video. Do like, share and subscribe to my channel.
Bye.